നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. 4,27,021 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ ചൊവ്വാഴ്ച ചെറുഭരണി ഉത്സവത്തിന് കൊടിയേറും. മീനത്തിലെ തിരുവോണ നാളായ മാർച്ച് 25-ന് കോഴിക്കല്ല് മൂടലും 31-ന് അശ്വതി കാവുതീണ്ടലും ഏപ്രിൽ 1-ന് ഭരണി ഉത്സവവും നടക്കും. മാളക്കാരൂരിൽ തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. 2,980 കേന്ദ്രങ്ങളിലായി 4,27,021 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. രാവിലെ SSLC പരീക്ഷയും ഉച്ചയ്ക്ക് ഹയർ സെക്കൻഡറി പരീക്ഷയും നടന്നു. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലും ഗൾഫിൽ 7 കേന്ദ്രങ്ങളിലും പരീക്ഷകൾ നടക്കും. 4,44,693 വിദ്യാർത്ഥികൾ +2 പരീക്ഷ എഴുതും. ഇത്തവണ ഗൾഫ് മേഖലയിൽ 682 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 28,358 വിദ്യാർത്ഥികൾ. ഏറ്റവും കുറവ് കുട്ടികൾ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ്, 1,893. രാവിലെ 9:30-നാണ് SSLC പരീക്ഷ. 1:30-ന് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കും. SSLC +2 പരീക്ഷകൾ 26-ന് അവസാനിക്കും. 6-ാം തീയതി 1ാം വർഷ പരീക്ഷകൾ തുടങ്ങും. 29-ന് അവസാനിക്കും. ഏപ്രിൽ 3-ന് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി SSLC ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ ഭരണി നാളായ ചൊവ്വാഴ്ച ചെറുഭരണി ഉത്സവത്തിന് കൊടിയേറും. മീനത്തിലെ തിരുവോണ നാളായ മാർച്ച് 25-ന് കോഴിക്കല്ല് മൂടലും 31-ന് അശ്വതി കാവുതീണ്ടലും ഏപ്രിൽ 1-ന് ഭരണി ഉത്സവവും നടക്കും. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ പരമ്പരാഗത അവകാശികളായ കാവിൽ വീട്ടിലെ പ്രതിനിധികൾ ആചാര അനുഷ്ഠാനങ്ങളുടെ ശ്രീകുരുമ്പക്കാവിലെത്തി ചടങ്ങുകൾ നടത്തും. ചടങ്ങുകൾക്ക് തുടക്കമാകുന്നതോടെ ക്ഷേത്രത്തിനകത്തുള്ള ഭക്തജനങ്ങളും അടികൾമാരും ജീവനക്കാരും ഉൾപ്പെടെ പുറത്തിറങ്ങി പ്രദക്ഷിണ വഴിക്ക് പുറത്ത് മാറി നിൽക്കും. ഇതോടെ കോഴിക്കല്ലിൽ വെച്ചിട്ടുള്ള മണിയെടുത്ത് പ്രതിനിധികൾ 3 തവണ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി പട്ടിൽ പൊതിഞ്ഞ സ്വർണ്ണത്താലിയും മണിയും കോഴിക്കല്ലിൽ സമർപ്പിച്ച് ചടങ്ങ് പൂർത്തിയാക്കും. തുടർന്ന് അടികൾമാരും ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ ക്ഷേത്ര സങ്കേതത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൂറ്റൻ കൊടിക്കൂറുകൾ ഉയരും. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. മാളക്കാരൂർ അഞ്ചലങ്ങാടിയിൽ കപ്പേളയ്ക്ക് സമീപം തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് സംഭവം. ഒഴിഞ്ഞ പറമ്പിലെ പുല്ലിനാണ് തീ പിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായതിൻ്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുത്തഞ്ചിറ മണ്ഡലത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു. കുടുംബ സംഗമങ്ങളുടെയും വാർഡ് തല കമ്മിറ്റികളുടെ രൂപീകരണ യോഗങ്ങളുടെയും മണ്ഡലം തല ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി TM നാസർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, A ചന്ദ്രൻ, TS ഷാജി, ആന്റണി പയ്യപ്പള്ളി, ജിജോ അരീക്കാടൻ, സുഭാഷ് പനങ്ങാടൻ, BS അരുൺരാജ്, സാബു കണ്ടത്തിൽ, ശൈല പ്രകാശൻ, കൃഷ്ണപ്രസാദ് കണ്ണിക്കര എന്നിവർ സംസാരിച്ചു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ CK യുധി പ്രമേയം അവതരിപ്പിച്ചു. തീരദേശത്തെ 1000 കുടുംബങ്ങൾക്ക് ഇഫ്താർ കിറ്റുകൾ ഒരുക്കി. അഴീക്കോട് തിബ്യൻ പ്രൈമറി സ്കൂൾ.
തിബിയാൻ ക്യാമ്പസിൽ E.T. ടൈസൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിബിയാൻ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട് അധ്യക്ഷത വഹിച്ചു. മാഹിൻ സുഹരി, ഇസ്ഹാഖ് സാദി എന്നിവർ റമദാൻ സന്ദേശം നൽകി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, ഡോക്ടർ NA നസറുള്ള, PS മുജീബ് റഹ്മാൻ, റഷീദ് പുത്തൻകാട്ടിൽ, നജീബ് P. മുഹമ്മദ്, അബ്ബാസ് സുഹരി, നവാസ് സുഹരി, AM സക്രിയ, അബ്ദുൽ കരീം പഴങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകുന്ന സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ കട്ടിളവെപ്പ് E.T. ടൈസൺ MLA നിർവഹിച്ചു. സ്കൂൾ വാർഷികത്തിന് എത്തിയ MLAയോട് പദ്ധതിയെക്കുറിച്ച് പ്രോഗ്രാം ഓഫീസർ ഹഫീദയും കുട്ടികളും വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റി ട്രസ്റ്റിനോട് MLA സഹായം ആവശ്യപ്പെടുകയായിരുന്നു. ട്രസ്റ്റ് 5 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് സഹപാഠിക്കൊരു വീടെന്ന സ്വപ്നത്തിലേക്ക് തുടക്കം കുറിച്ചത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ അംബിക ശിവപ്രിയൻ, പ്രസീന റാഫി, NSS കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ കൺവീനർ ER രേഖ, സ്കൂൾ PTA പ്രസിഡന്റ് സാദത്ത്, PTA വൈസ് പ്രസിഡന്റ് തൻസില, PTA അംഗം സിറാജ്, അധ്യാപകരായ റംലത്ത്, VA, ഷംന KK തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ TV സമീന, NSS പ്രോഗ്രാം ഓഫീസർ PS ഹഫീദ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. 4,27,021 വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ചൊവ്വാഴ്ച ചെറുഭരണി ഉത്സവത്തിന് കൊടിയേറും. മീനത്തിലെ തിരുവോണ നാളായ മാർച്ച് 25-ന് കോഴിക്കല്ല് മൂടലും 31-ന് അശ്വതി കാവുതീണ്ടലും ഏപ്രിൽ 1-ന് ഭരണി ഉത്സവവും നടക്കും. മാളക്കാരൂരിൽ തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.